പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ക്ലാസ്സിൽ എടുത്തിരുന്നതിന്റെ ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യാണ്. രണ്ടാം പാഠത്തിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആമാശയത്തിലേക്ക് ഭക്ഷണം എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ്. പല്ലിനെ പറ്റിയിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആമാശയത്തിലേക്ക് നമ്മളുടെ ഭക്ഷണം എത്തിയിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഞാനൊന്ന് പറഞ്ഞു തരുന്നു ക്ലാസ്സിൽ. എന്താ സംഭവിക്കുന്നത്? ആമാശയ പേശികൾ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ ആമാശയം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന മസിലുകൾ ശക്തമായ പെരിസ്റ്റാൾസിസ് നടത്തും എന്നാ പറയുന്നത്. എന്താ പെരിസ്റ്റാൾസിസ്? അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ട വാക്കാണ് കേട്ടോ. പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷിലും മലയാളത്തിലും അത് തന്നെ പറയാം. എന്താണ് അത് സംഭവം? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഇതിങ്ങനെ ശക്തമായിട്ടുള്ള അമർത്തലുകൾ വരിക. ആ പേശികൾ ആ ഭക്ഷണ പദാർത്ഥത്തിന് ഇങ്ങനെ അമർത്തുക. ഈസോഫാഗസ് അന്നനാളത്തിലുണ്ടായിരുന്ന പരിപാടിയിലെ ആ സംഭവത്തിന് വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് എന്നുള്ളത്. അങ്ങനെ നല്ലപോലെ അങ്ങോട്ട് ശക്തമായിട്ട് അതിന്റെ പേശികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് അതിനെ നല്ലപോലെ ആമാശയം നല്ലപോലെ അമർത്തുമ്പോൾ നമ്മുടെ ഭക്ഷണം എന്ത് രൂപത്തിലായി മാറും എന്നാ പറയുന്നത്? കുഴമ്പ് രൂപത്തിലേക്ക് അത് ആയി മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. പേസ്റ്റ് ഫോമിലേക്ക് ഭക്ഷണമായി മാറുന്നു. അടുത്തൊരു പോയിന്റ് ഇതിൽ പഠിക്കാനുള്ളത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സെക്കൻഡുകൾ കൊണ്ട് ദഹിച്ചു പോകുന്നുണ്ടോ? ഇല്ല. കുറച്ച് സമയം അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ എവിടെയാണ് നമ്മുടെ ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ആമാശയത്തിലാണ്, സ്റ്റൊമക്കിലാണ്. 2 മണിക്കൂറൊക്കെ നമ്മളുടെ ഭക്ഷണം ആമാശയത്തിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കും എന്നാണ് പറയാ. അപ്പൊ ഇത് പെട്ടെന്ന് ഇറങ്ങി പോകാതിരിക്കാൻ ഒരു അടപ്പ് പോലെ ഒരു സംഭവം വേണ്ടേ? അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകില്ല. അടുത്ത് ചെറുകുടലാ വരുന്നത്, സ്മാൾ ഇൻറ്റസ്റ്റൈനാ വരുന്നത്. ആ സ്മാൾ ഇൻറ്റസ്റ്റൈനക്ക് പെട്ടെന്ന് തന്നെ പോകാതിരിക്കാൻ ഇവിടെ ഒരു തടവ് വേണ്ടേ? അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വലയ പേശി എന്ന് വിളിക്കുന്നത്. സർക്കുലാർ മസിൽ എന്നാണ് വിളിക്കുക. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ അടുത്തത് ക്ലാസ്സിന് ഒരു വട്ടം പറഞ്ഞതാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. അടുത്തത് എടുക്കുക, നമ്മുടെ ഭക്ഷണം അങ്ങനെ കുഴമ്പ് രൂപത്തിലായി. ആ ഭക്ഷണം എടുത്ത് നേരെ എടുക്കുക പോവാനുള്ളത് ചെറുകുടലിലേക്ക്, അല്ലെ, സ്മാൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോവാണ്. സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ എന്താണ് നടക്കുന്നത് നോക്കി വെക്കാം. സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് പെരിസ്റ്റാൾസിസ് എന്ന് പറയും, മറ്റൊന്ന് സെഗ്മെന്റേഷൻ എന്ന് പറയും. ഈ 2 കാര്യം എന്താ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സെഗ്മെന്റേഷൻ, എന്താണ് പെരിസ്റ്റാൾസിസ് എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെറുകുടൽ അതിനെന്താവും? പ്രസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ, അമർത്തിക്കൊണ്ടിരിക്കും. അതുവഴി ഭക്ഷണം വീണ്ടും എന്താകും? ചെറിയ ചെറിയ കഷ്ണങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ അത് വീണ്ടും എന്താവും? ദഹിക്കുന്ന രൂപത്തിലേക്ക്. ദഹനം എന്ന് പറഞ്ഞാൽ എന്താ? രക്തത്തിന് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ, പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ അമർത്തലാണെങ്കിൽ, സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം ചെറിയ പൊട്ടുംപൊടികളായി മാറുക. അതിനാണ് സെഗ്മെന്റ്. പത്രം മനസ്സിലാക്കിയാൽ മതി. അതിന് വിശദമായി പഠിക്കാനൊന്നുമില്ല നിങ്ങൾക്ക്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിങ്ങനെ മുറിഞ്ഞ് ചാടാൻ അതിനെ വിളിക്കുന്ന പേരാണ് സെഗ്മെന്റേഷൻ. നോക്കി വെക്കാം. ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, അതുപോലെ തന്നെ സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഭക്ഷണത്തിന് പോകാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം എന്താണ്? അത് കുഴമ്പ് രൂപത്തിലായി മാറിയിട്ടുണ്ട്. നേരെ മറിച്ച് ഹാർഡായിട്ടുള്ള സംഭവമാണെങ്കിൽ അതിനെ സഞ്ചരിക്കാൻ പ്രയാസമാണ്. അതേപോലെ തന്നെ സെഗ്മെന്റേഷൻ നടന്നിട്ടുണ്ട്. സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിങ്ങനെ മുറിഞ്ഞ് ചാടിയിട്ടുണ്ട്. ഇപ്പൊ ആ ഭക്ഷണത്തിന് ചെറുകുടലിലൂടെ വളരെ എളുപ്പത്തിൽ അതിന് പോകാൻ കഴിയും എന്നുള്ളതാ പറയുന്നത്. മാത്രല്ല ഇവിടെ വെച്ചിട്ട് ദഹനരസവുമായി അതെന്താകുന്നു? കലരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞുതരാം. എന്താണ് ദഹനരസം എന്നുള്ളത് ശേഷം വരുന്നുണ്ട് കേട്ടോ, പറഞ്ഞുതരാം. മെക്കാനിക്കൽ പ്രോസസ് ഇൻ ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ സച്ച് ആസ് പെരിസ്റ്റാൾസിസ് ആൻഡ് സെഗ്മെന്റേഷൻ. അപ്പൊ 2 മെക്കാനിക്കൽ പ്രോസസ് നടക്കുന്നുണ്ട് അവിടെ. യാന്ത്രിക പ്രവർത്തനം. മെക്കാനിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ യാന്ത്രികമായിട്ടുള്ള 2 പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഒന്നാമത്തത് എന്താണ്? സെഗ്മെന്റേഷൻ ആണ്. അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ്? പെരിസ്റ്റാൾസിസ് ആണ്. ഈ 2 കാര്യങ്ങൾ അവിടെ വെച്ച് നടക്കുന്നു. അതുവഴി എന്താകുന്നു? ഹെൽപ്പ് ടു ഫെസിലിറ്റേറ്റ് ദ മൂവ്മെന്റ് ഓഫ് ഫുഡ്. നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിന് വളരെ അടിപൊളിയായിട്ട് അതിലൂടെ യാത്ര ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഈ 2 പ്രോസസ്സ് കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന് വളരെ എളുപ്പം അതിലൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് അറിയോ? ആൻഡ് മിക്സ് ഫുഡ് വിത്ത് ഡൈജസ്റ്റീവ് ജ്യൂസ്. ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നല്ലോണം ശ്രദ്ധിക്കുക. ഇതിപ്പോ നമ്മളുടെ ചെറുകുടലാന്ന് വിചാരിക്കുക. നമ്മുടെ ഭക്ഷണം ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഭക്ഷണം എന്ന് വിചാരിക്കുക. ഇങ്ങനെ നമ്മളുടെ ചെറുകുടല് കുറെ ഡൈജസ്റ്റീവ് എൻസൈമുകളെ ഇവിടേക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോ ചെറുകുടലാണെങ്കിൽ ചെറുകുടല് കുറെ ഡൈജസ്റ്റീവ് എൻസൈമുകൾ എന്ന് പറഞ്ഞാൽ കുറെ കെമിക്കൽ രാസവസ്തുക്കൾ പോലത്തെ കുറെ സംഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ഭക്ഷണവുമായിട്ട് കൂടിക്കലരും. അങ്ങനെ കൂടിക്കലർന്നിട്ട് നമ്മളുടെ ഭക്ഷണം അടിപൊളിയായിട്ട് ദഹിക്കും എന്നുള്ളതാണ്. ഏകദേശം കംപ്ലീറ്റ് ഡൈജഷൻ അവിടെ വെച്ചിട്ട് എന്താവും? കംപ്ലീറ്റ് ആവും എന്നുള്ള രൂപത്തേക്ക് അതിനാക്കി മാറ്റും. ചെറുകുടൽ മാത്രമല്ല അതിനെ സഹായിക്കുന്നത്, ചെറുകുടൽ മാത്രമല്ല ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ അടുത്ത സെക്ഷൻ പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. നോക്കി വെക്കാം എന്താണ് അടുത്ത ഭാഗത്തുള്ളത് എന്നുള്ളത് നോക്കി വെക്കാം. ഈ ഒരു ഭാഗത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കി വെക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കി വെക്കാം. ആദ്യം ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് കേട്ടോ തോന്നുക. എന്തൊക്കെയാണ് നമ്മുടെ ഡൈജഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് മൗത്ത്.
മൗത്ത് പറഞ്ഞാൽ നമ്മുടെ വായിൽ വെച്ച് എന്താ നടക്കുന്നത്? ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിലേസിന്റെ സഹായത്തോടെ അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നു. അതായത് എളുപ്പത്തിൽ പറഞ്ഞുതരാം, ശരിക്കും നോക്കിക്കോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ച് എന്ന് പറയും. അന്നജം അല്ലെങ്കിൽ എന്താ പറയാ, സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദഹനം എവിടുന്ന് തുടങ്ങുന്നുണ്ട്? അപ്പോ ഭക്ഷണം ദഹിക്കൽ എവിടുന്ന് ആരംഭിക്കുന്നുണ്ട്? നമ്മളുടെ മൗത്തിൽ വെച്ച്, വായിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജം ഉണ്ടെങ്കിൽ, സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ, ആ സ്റ്റാർച്ചിനെ നമ്മളുടെ ഉമിനീരിലുള്ള സലൈവയിലുള്ള ഒരു സാധനം ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സലൈവറി അമിലേസ്. എന്താ വിളിക്കുക? സലൈവറി അമിലേസ്. ഒപ്പം പറഞ്ഞു പഠിക്കണം കേട്ടോ, സലൈവറി അമിലേസ്. ഒന്നുകൂടി പറഞ്ഞ, സലൈവറി അമിലേസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ ഉമിനീരിലുള്ള ഒരു എൻസൈമാണ്. ഈ സലൈവറി അമിലേസ് നേരെ അന്നജത്തിനെ, സ്റ്റാർച്ചിനെ എന്താക്കും? ദഹിപ്പിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജം ഉണ്ടെങ്കിൽ അന്നജത്തിനെ ദഹിപ്പിക്കാൻ തുടങ്ങും. ആര്? നമ്മുടെ ഉമിനീരിലുള്ള സലൈവറി അമിലേസ് എന്ന് പറയുന്ന സാധനം. ഇതാണ് മൗത്തിൽ വെച്ചിട്ട് നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, മൗത്തിൽ നിന്ന് പിന്നെ നമ്മുടെ ഭക്ഷണം നേരെ ഇവിടുത്തെ അടുത്തിറങ്ങി പോകുന്നത് ഈസോഫാഗസ് എന്ന് പറയുന്ന അന്നനാളം എന്ന് പറയുന്ന ആ ഒരു കുഴൽ അല്ലെ, ആ കുഴലിലേക്കാണ് ഇറങ്ങി പോണത്. അവിടെ വെച്ചിട്ട് നമ്മുടെ ഭക്ഷണത്തിന് എന്താ, ദഹനവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് നടക്കുന്നത്? പെരിസ്റ്റാൾസിസ് മൂവ് ദ ഫുഡ് ഇൻ ടു സ്റ്റൊമക്ക്. അന്നനാളത്തിലൂടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ഉണ്ടാകുന്നു. പെരിസ്റ്റാൾസ് എന്ന് പറഞ്ഞാൽ ആ തിക്കി ഞെരുക്കി അമർത്തി ആ ഭക്ഷണത്തിന് എന്താകുന്നു? ആ അന്നനാളത്തിലൂടെ അങ്ങനെ വിട്ടിട്ട് എവിടേക്ക് എത്തിക്കുന്നത്? സ്റ്റൊമക്കിലേക്ക്, ആമാശയത്തിലേക്ക്. പെരിസ്റ്റാൾസിസ് ആഹാരത്തെ ആമാശയത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം ഇവിടെ അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക? അല്ല, അതങ്ങനെ അമർത്തി നമ്മുടെ ഈസോഫാഗസ് അതിനങ്ങനെ അമർത്തി അതിനെ എവിടേക്ക് ചാടിക്കും? നമ്മളുടെ ഇവിടെ കാണുന്ന സ്റ്റൊമക്കിലേക്ക് അതിനെത്തിക്കും. അതാണ് ഈസോഫാഗസിന്റെ പരിപാടി, പ്രോസസ് എന്ന് പറയുന്നത്. അതിനുള്ളതാണ് ഈസോഫാഗസ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താ? സ്റ്റൊമക്ക്. നല്ലപോലെ പഠിക്കാണ്ട്. സ്റ്റൊമക്കിൽ വെച്ചിട്ട് എന്താ നടക്കുന്നത്? ഇതാണല്ലോ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ. ഇതാണ് സ്റ്റൊമക്കിൽ വെച്ചിട്ട് ആമാശയത്തിൽ എന്തെല്ലാം നടക്കണു എന്നുള്ളതാ പറയണം. നോക്കോ, ശരിക്കും ശ്രദ്ധിച്ചോ. ആമാശയത്തില് കുറെ ഗ്ലാൻഡുകൾ ഉണ്ട്. ഇതാണല്ലോ ആമാശയം. ഈ കാണുന്നതാണല്ലോ ആമാശയം എന്ന് പറയുന്നത്. ഈ ആമാശയത്തില് ഒരുപാട് എന്തുണ്ട് എന്നാ പറയുന്നത്? ഗ്ലാൻഡുകൾ ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഡിസ്ട്രോയ്സ് ജേംസ് ഇൻ ദ ഫുഡ്. അതായത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഇതിൻ്റെ ഉള്ളിൽ കുറെ ഗ്ലാൻഡുകൾ ഉണ്ട് എന്ന് വിചാരിക്കും. ഇതിപ്പോ ഒരു ഗ്ലാൻഡാന്ന് വിചാരിച്ചു. ഈ ഗ്ലാൻഡ് എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നറിയോ? HCl എന്ന് പറയുന്ന ഒരു സാധനം. വലിയ ഭീമാകാരമായ ആസിഡ്. അതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. വലിയ ആസിഡാണ്, ശക്തമായിട്ടുള്ള ആസിഡാണ് HCl എന്ന് പറയുന്നത്. ഈ വലിയ ആസിഡ് ആകുന്ന HCl-നെ നമ്മളുടെ സ്റ്റൊമക്കിന്റെ ഉള്ളിലത്തെ ചില ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് HCl ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ജേംസുകൾ ഉണ്ടെങ്കിൽ, ജേംസ് എന്ന് പറഞ്ഞാൽ കീടാണുക്കൾ, രോഗം പരത്താൻ കഴിയുന്ന ഏതെങ്കിലും ജീവജാലങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടെങ്കിൽ ആ ജീവജാലങ്ങളെ, ആ കീടാണുക്കളെ, ആ ജേംസിനെ കൊന്നു കളയുക, കരിയിച്ച് കളയുക, ഇല്ലാതാക്കി കളയുക എന്നുള്ളതാണ് ആര് ചെയ്യുന്ന ജോലി? HCl എന്ന് പറയുന്ന, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതാരുണ്ടാക്കണത്? നമ്മളുടെ ആമാശയത്തിന്റെ ഉള്ളിലുള്ള ഗ്ലാൻഡുകളാണ്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് എന്നൊക്കെയാണ് അതിനെ പറയാ. ഒരു ജ്യൂസ് ആണ് കേട്ടോ അടുത്തത്. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഒരു ജോലി എന്ന് പറയുന്നത് റെഗുലേറ്റ് pH എന്നുള്ളതാണ്. pH ക്രമീകരിക്കുക എന്നുള്ളതാണ് ജോലി. ഒരു സെക്കൻഡ്. ഓക്കെ ശ്രദ്ധിക്കാം. അപ്പോ HCl എന്ന് പറയുന്നതിനെ പറ്റി പറഞ്ഞു. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ഈ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന മറ്റൊരു പ്രോസസ് എന്താണ്? ഒന്നാമത്തത് കീടാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് HCl രൂപീകരിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണ്? pH ലെവൽ. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന ഒരു സംഭവമാണ് അല്ലെ, pH വാല്യൂ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. ആർക്കുണ്ട്? വെള്ളത്തിനുണ്ട്. അതാണ് അസിഡിറ്റി ഒക്കെ നോക്കുന്നത് അല്ലെ. ഒരു സാധനം ആസിഡ് ആണോ അതല്ല ആൽക്കലി ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാ? pH വെച്ചിട്ടാ. നമ്മളുടെ ശരീരത്തിനും അതുപോലെ pH വാല്യൂ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഈ pH വാല്യൂ കൺട്രോൾ ചെയ്യണതും ആരാണ്? നമ്മുടെ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മുടെ pH വാല്യൂ കൺട്രോൾ ചെയ്യണത് എന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇനി പഠിക്കേണ്ട ചില കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. അതിന്റെ ഉള്ളിലുള്ള ഒരാളാണ് പെപ്സിൻ. കളർ മാറ്റി എഴുതി തരാം. പെപ്സിൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതേപോലെ തന്നെ മറ്റൊരാളുള്ളത് ലിപ്പേസ് എന്ന് പറയുന്ന വേറൊരാളുണ്ട്. ഇതൊക്കെ നമ്മളുടെ ആമാശയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കെമിക്കലുകളാണ്, എൻസൈമുകളാണ്. അപ്പോൾ അതൊക്കെ എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കി വെക്കാം നമുക്ക്. പെപ്സിൻ എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രോട്ടീനുകൾ ഉണ്ടെങ്കിൽ, എന്തുണ്ടെങ്കിൽ
പ്രോട്ടീനുകൾ ഉണ്ടെങ്കിൽ ആ പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ആക്കും. എന്ന് പറഞ്ഞാൽ പകുതി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ആ പ്രോട്ടീനിനെ പകുതി ദഹിപ്പിക്കലാണ് ആരുടെ ജോലി? പെപ്സിൻ എന്ന് പറയുന്ന ആളുടെ ജോലി. പെപ്സിൻ എവിടെ ഉണ്ടാവുക? ആമാശയത്തിൽ, സ്റ്റൊമക്കിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. നമ്മുടെ സ്റ്റൊമക്കിന്റെ ഉള്ളിലേക്ക് ഭക്ഷണം നമ്മൾ ചവച്ചരച്ച് അറക്കിയ ആ ഭക്ഷണം ഈസോഫാഗസിലൂടെ സ്റ്റൊമക്കിലേക്ക് എത്തിയാൽ അതിൽ പ്രോട്ടീൻ ഉണ്ടോ നോക്കും ആര്? പെപ്സിൻ. എന്നിട്ട് പെപ്സിൻ എന്ത് കാട്ടും? ആ പ്രോട്ടീനെ പോയിട്ട് പകുതി അതിനെ ദഹിപ്പിക്കും എന്നുള്ളതാണ്. അടുത്തത് ആരാണ്? ലിപ്പേസ് എന്നുള്ള ആൾ അല്ലെ. എന്താണ് ലിപ്പേസ് എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന ജോലി നോക്കട്ടോ. ലിപ്പേസ് എന്ന് പറയുന്നതിനെ നമ്മളുടെ ഭക്ഷണത്തിൽ ലിപ്പിഡ് ഉണ്ടെങ്കിൽ, പേര് തന്നെ ഉണ്ട് ലിപ്പ് അല്ലെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ലിപ്പിഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കലാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്? ലിപ്പേസ് എന്ന് പറയുന്ന ആളുടെ ജോലി. പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക, പഠിക്കുക. അതേപോലെ തന്നെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോ നമ്മളുടെ സ്റ്റൊമക്ക് ആണെങ്കിൽ ഈ സ്റ്റൊമക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭീമാകാരമായ HCl പോലുള്ള ആസിഡുകൾ അവിടെ ഉണ്ടാവാറുണ്ട്. നമ്മളൊന്ന് കൈയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുന്ന രൂപത്തിൽ, കൈയൊക്കെ ഉരുകി പോകുന്ന രൂപത്തിൽ ഒരു ഇപ്പൊ അങ്ങനെയൊക്കെ പറയണേക്കാറുണ്ട്. എന്ത്? ഒരു ബ്ലേഡ്, ആ ബ്ലേഡ് എടുത്തിട്ട് നമ്മൾ HCl ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്ന് നോക്കി കഴിഞ്ഞാൽ അത് അതിൽ കാണൂല. അത്രക്ക് എന്താ ഭീമാകാരമായ ആസിഡാണ് ആര് എന്ന് പറഞ്ഞാൽ HCl എന്ന് പറയുന്നത്. ഈ ശക്തമായ HCl എന്ന് പറയുന്ന ആസിഡ് നമ്മുടെ വയറിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ വയറുരുകി പോകാത്തത് എന്നുള്ളത് സംശയമുണ്ട്. വയറിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക്, ആമാശയത്തിന്റെ ഉള്ളിൽ, എന്നിട്ട് എന്താണ് അത് ഉരുകി പോകാത്തത്? ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയൊക്കെ, ഇതിന്റെ ഉള്ളിൽ ഇവിടെ കുറെ മ്യൂക്കസ് എന്ന് പറയുന്ന, ശ്ലേഷ്മം എന്ന് പറയുന്ന കുറെ സാധനങ്ങൾ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. എന്താണത് മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ? ഒരു ജെല്ല് പോലത്തെ ഒരു സാധനമാണ്. ഈ സാധനത്തുമ്പൊക്കെയാണ് എന്താവുക? നമ്മൾ HCl എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ ഈ മ്യൂക്കസിന്റെ ജോലി എന്താണെന്നുള്ളതേ ചോദിക്കുള്ളൂ, കൂടുതൽ വിശദമായിട്ട് പഠിക്കാനൊന്നുമില്ല. മ്യൂക്കസിന്റെ ജോലി എന്താണ്? നമ്മളുടെ ദഹന രസങ്ങളാകുന്ന അല്ലെ ഗ്യാസ്ട്രിക് ജ്യൂസുകളായിട്ടുള്ള ശക്തമായ HCl പോലുള്ള ആസിഡുകളെ അതൊക്കെ വന്നിട്ട് നമ്മളുടെ ഇതിനൊക്കെ തകർക്കാൻ, ആമാശയ ഭിത്തിയൊക്കെ തകർക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അതിനെ തടഞ്ഞു നിർത്തലാണ് ആരുടെ ജോലി എന്ന് പറഞ്ഞാൽ? മ്യൂക്കസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ. അത്രയാണ് അതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മളിതാ അടുത്തൊരു ഭാഗത്തൊക്കെ നമ്മൾ പോവാണ്. ഇവിടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു സാധനം. എന്താണ് പാൻക്രിയാസ് എന്ന് പറയുന്ന സാധനം? ശരിക്കും ശ്രദ്ധിക്കുക. ആരാണ് പാൻക്രിയാസ്? എന്താണ് പാൻക്രിയാസ്? ഈ കാണുന്നതാണ് പാൻക്രിയാസ്. ഒരു ഗ്ലാൻഡ് ആണ് കേട്ടോ, ഗ്രന്ഥിയാണ്. എന്തിനാണ് ഈ സംഭവം ഉള്ളത്? അതിന്റെ ഫുൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ പാൻക്രിയ എന്തിനുള്ളതാണ്? ഒരു ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുക. ഏത് ജ്യൂസ്? പാൻക്രിയ ഉൽപ്പാദിപ്പിക്കുന്ന ജ്യൂസിന്റെ പേരെന്താണ്? പാൻക്രിയാറ്റിക് ജ്യൂസ് എന്നുള്ളതാണ്. ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. എന്താണ് പക്വാശയം? ഇവിടെ നോക്കട്ടോ, ഡിയോഡനം എന്നാണ് ആ വാക്ക്. ശരിക്കും ശ്രദ്ധിക്കുക, നല്ലപോലെ നോക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം ഈസോഫാഗസിലൂടെ ഇങ്ങനെ ഇറങ്ങി വന്ന് അതിനുശേഷം സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. ശരിയല്ലേ? സ്റ്റൊമക്കിൽ എന്തൊക്കെ നടക്കുന്നു നമ്മൾ വിശദമായി പഠിച്ചു. അതിനുശേഷം ഈ സ്റ്റൊമക്കിൽ നിന്ന് അടുത്തത് നേരെ നമ്മളുടെ ഭക്ഷണം ഇറങ്ങി വരാനുള്ളത് എവിടേക്കാണ്? ചെറുകുടലിലേക്കാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ സ്റ്റാർട്ടിംഗ് ഭാഗം ശ്രദ്ധിക്കണം കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കുക. ഇതാണല്ലോ നമ്മളുടെ ആമാശയം എന്ന് പറയുന്ന ഭാഗം അല്ലെ. ഇതാണ് ആമാശയം, സ്റ്റൊമക്ക് എന്ന് പറഞ്ഞ ഭാഗം. ഇനി ചെറുകുടലിക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് നമ്മളുടെ ഭക്ഷണം. ഇതാണ് ചെറുകുടൽ എന്ന് പറയുന്നത്. ഈ ഉള്ളിൽ കാണുന്നതാണ് ചെറുകുടൽ. ഈ ചെറുകുടലിലേക്ക് നമ്മളുടെ ഭക്ഷണം ഇറങ്ങി ഇങ്ങനെ വരുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, ഇതാണ് ചെറുകുടൽ. ഇവിടേക്ക് ഇങ്ങനെ വരുന്നതാണ് ചെറുകുടൽ എന്ന് പറയുന്നത്. അതിന്റെ ചെറുകുടലിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് ഭാഗം, ഈ ഇറങ്ങി വരുന്ന ഈ ഭാഗം, ഈ കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ഡിയോഡനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആമാശയത്തിന്റെ ഏറ്റവും അവസാന ഭാഗം, അല്ലെങ്കിൽ ചെറുകുടലിന്റെ ഏറ്റവും ആദ്യ ഭാഗം, ആ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ഡിയോഡനം എന്ന് വിളിക്കുന്നത്. എന്താണ് ഡിയോഡനത്തിൽ വെച്ച് നടക്കുന്നത്? ആ ഡിയോഡനം എന്ന് പറയുന്ന വാക്കിന് വലിയ പ്രത്യേകത ഉണ്ട്. അവിടേക്കാണ് ശരിക്കും ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ ലിവർ എന്ന് പറയുന്ന, കരൾ എന്ന് പറയുന്ന സാധനം. അതേപോലെ തന്നെ ഇതാണ് ആര്? പാൻക്രിയ എന്ന് പറയുന്ന സാധനം. ശരിക്കും ശ്രദ്ധിക്കുക. ഇതാണെന്ത്? കരൾ എന്ന് പറയുന്ന സാധനം. ഇതാണെന്ത്? പാൻക്രിയ എന്ന് പറയുന്ന സാധനം. ഈ രണ്ടാൾക്കാരും, ലിവറിൻ്റെത് ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ ഇതിൽ സ്ലൈഡിൽ ഉൾപ്പെടുത്താൻ മറന്നതാണ്. അതിൻ്റെ ഇത് മിസ് ചെയ്യിക്കാണ്. ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു, പക്ഷെ അത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ എന്തോ സാധനം പോയിക്കണം, എന്താണെന്നറിയില്ല, സേവ് ആക്കുമ്പോഴുള്ള പ്രശ്നം തോന്നുന്നുണ്ട്. എന്തായാലും ശ്രദ്ധിക്കുക. ഈ ലിവർ എന്ന് പറയുന്ന സാധനം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ബൈൽ എന്ന് പറയുന്ന ഒരു ജ്യൂസ്. എന്താ പേര്? പിത്തരസം എന്ന് വിളിക്കും. ബൈൽ എന്ന് പറയുന്ന ഒരു ജ്യൂസ്. ഈ ബൈൽ എന്ന് പറയുന്ന ജ്യൂസ് നേരെ എവിടുക്കാ വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡിയോഡനം എന്ന് പറയുന്ന ഈ ഭാഗത്തേക്കാണ് ആര് വരുന്നത്? ബൈൽ എന്ന് പറയുന്ന ജ്യൂസ് വരുന്നത്. ബൈൽ ആരാ ഉണ്ടാക്കുന്നത്? ലിവറാണ് ഉണ്ടാക്കുന്നത്.
അതേപോലെ തന്നെ പാങ്ക്രിയ ഉൽപ്പാദിപ്പിക്കുന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്ന സാധനം, അല്ലെ, പാങ്ക്രിയ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? പാങ്ക്രിയാറ്റിക് ജ്യൂസ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം, നമ്മളുടെ ഭക്ഷണവുമായി കൂടി കലർന്ന് ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ജ്യൂസുകളാണ് അതൊക്കെ. അതാണ് ദഹനരസങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഗ്യാസ്ട്രിക് ജ്യൂസ് എന്നൊക്കെ പറയുന്നത്. അപ്പോ പാങ്ക്രിയ ഉൽപ്പാദിപ്പിക്കുന്നത് പാങ്ക്രിയാറ്റിക് ജ്യൂസ്, ലിവർ ഉൽപ്പാദിപ്പിക്കുന്നതോ ബൈൽ ജ്യൂസ്. ഈ രണ്ട് സാധനങ്ങളും നേരെ എവിടേക്കാണ്? സ്റ്റൊമക്കിലേക്ക് പോലും എത്തുമോ? ഇല്ല, സ്റ്റൊമക്കേക്കല്ലല്ലോ എത്തുന്നത്, ആമാശയത്തേക്കല്ല എത്തുന്നത്. പിന്നെ നേരെ എടുക്കുക എത്തുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സ്റ്റാർട്ടിംഗ് ഭാഗമാകുന്ന ഡിയോഡനം എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. ഈ ഡിയോഡനത്തിന്റെ മലയാളമാണ് പക്വാശയം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്ക് പഠിക്കുക ഈ വാക്ക് എന്താണ് ഡിയോഡനം എന്നുള്ളത്. ചെറുകുടലിന്റെ സ്റ്റാർട്ടിംഗ് ഭാഗം. ശരിക്ക് സ്പെല്ലിംഗ് അടക്കം നമ്മൾ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യക്കാരൻ എന്തൊക്കെയാ പറഞ്ഞപ്പോ ടെൻഡടൈന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനൊന്നും പറയരുത്, ഡിയോഡനം സ്പെല്ലിംഗ് കറക്റ്റ് ആക്കിയിട്ട് തന്നെ പഠിക്കുക. ഇനി നോക്കിയേക്കാം നമുക്ക് എന്തൊക്കെയാ പറയുക പ്രത്യേകത. പാങ്ക്രിയയിൽ ഉണ്ടാക്കുന്ന ജ്യൂസുകൾ, രണ്ട് തരത്തിലുള്ള ജ്യൂസുകൾ ഉണ്ട്, നോക്കിക്കോട്ടെ. ഒന്നാമത്തത് പാങ്ക്രിയാറ്റിക് അമിലേസ് എന്നുള്ളതാണ് ഒന്നാമത്തത്. മറക്കരുത്, സലൈവറി അമിലേസ് പഠിക്കാണ്ടായിരുന്നു, ഒക്കെ പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. ഒന്ന് പാങ്ക്രിയാറ്റിക് അമിലേസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം ട്രിപ്സിൻ എന്ന് പറയുന്ന മറ്റൊരു സാധനം ഉണ്ട്. രണ്ടെണ്ണല്ല, മൂന്നാമത് മറ്റൊരു സാധനം കൂടിയുണ്ട്, ലിപ്പേസ് എന്ന് പറയുന്ന മറ്റൊരു സാധനം ഉണ്ട്. ഇങ്ങനെ മൂന്നാൾക്കാർ ആരിൽ മാത്രമുണ്ട്? പാങ്ക്രിയക്കുള്ളിൽ മാത്രം മൂന്നാളുകളുണ്ട്. നോക്കിയൊക്കെ നമുക്ക് ആരൊക്കെ എന്തൊക്കെയാന്നുള്ളത്. അപ്പൊ ഒന്നാമത്തത് ഞാനിത് അവിടെ എഴുതാണ്. ഒന്നാമത്തത് പാങ്ക്രിയാറ്റിക് അമിലേസ് എന്ന് പറയുന്ന ആള്, അടുത്തത് ട്രിപ്സിൻ എന്ന് പറയുന്ന ആള്, അടുത്തത് ലിപ്പേസ് എന്ന് പറയുന്ന ആള്. ഇങ്ങനെ മൂന്നാളുകൾ ആര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? പാങ്ക്രിയ. 3 എൻസൈമുകളാണ് പാങ്ക്രിയയിൽ ഉണ്ടാകുന്ന 3 എൻസൈമുകൾ, പാങ്ക്രിയാറ്റിക് ജ്യൂസിൽ ഉണ്ടാകുന്ന 3 എൻസൈമുകൾ. നോക്കിയേക്കാം. ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പാങ്ക്രിയാറ്റിക് അമിലേസ്. എന്തിനാണ് അത് എന്നറിയോ? ഇവിടെ പറയുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സ്റ്റാർച്ചുകൾ ഉണ്ടെങ്കിൽ, അന്നജം ഉണ്ടെങ്കിൽ ആ അന്നജത്തെ ദഹിപ്പിക്കാനാണ് ആരുള്ളത്? പാങ്ക്രിയാറ്റിക് അമിലേസ് ഉള്ളത്. അടുത്തത് ആരാണ്? ട്രിപ്സിൻ എന്ന് പറയുന്ന സാധനമാണ്. ട്രിപ്സിൻ എന്ന് പറയുന്നത് ആരെയാണ് ദഹിപ്പിക്കുക? പ്രോട്ടീൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീനുകളെ ദഹിപ്പിക്കാനാണ് ആരുള്ളത്? ട്രിപ്സിൻ എന്നുള്ളത് ഉള്ളത്. ഏറ്റവും ലാസ്റ്റ് ആരുള്ളത്? ലിപ്പേസ് എന്ന് പറയുന്നതാണ്. ലിപ്പേസ് എന്നുള്ളതിനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ലിപ്പിഡുകൾ ഉണ്ടെങ്കിൽ ആ ലിപ്പിഡുകളെ എന്താക്കി മാറ്റും? കംപ്ലീറ്റ് ആക്കിയിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ട് ഫാറ്റി ആസിഡുകളാക്കി മാറ്റും എന്നുള്ളതാണ്. ഇതിനൊക്കെ പാർഷ്യലിയാണ് കേട്ടോ, എന്ന് പറഞ്ഞാൽ പകുതിയെ കൺവേർട്ട് ചെയ്യുള്ളൂ. ഇവിടൊക്കെ പാർഷ്യലി. ശ്രദ്ധിക്കുക, ഒന്നുകൂടിയും പറയാണ്. എന്താണ് പാങ്ക്രിയ എന്ന് പറഞ്ഞ? പാങ്ക്രിയ എന്ന് പറഞ്ഞ ഒരു ഗ്ലാൻഡ് ആണ്, ഒരു ഗ്രന്ഥിയാണ്. ഈ പാങ്ക്രിയ ഉൽപ്പാദിപ്പിക്കുന്ന ജ്യൂസിനെ വിളിക്കുന്ന പേരാണ് പാങ്ക്രിയാറ്റിക് ജ്യൂസ്. ആ പാങ്ക്രിയാറ്റിക് ജ്യൂസിൽ 3 എൻസൈമുകൾ ഉണ്ട്. ഒന്നാമത്തതിന്റെ പേര് പാങ്ക്രിയാറ്റിക് അമിലേസ്, രണ്ടാമത്തതിന്റെ പേര് ട്രിപ്സിൻ, മൂന്നാമത്തതിന്റെ പേര് ലിപ്പേസ് എന്നുള്ളതാണ്. എന്താണ് പാങ്ക്രിയാറ്റിക് അമിലേസ് ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏതെങ്കിലും സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ആ സ്റ്റാർച്ചിനെ ദഹിപ്പിക്കുക, അന്നജം ഉണ്ടെങ്കിൽ ആ അന്നജത്തിനെ പാർഷ്യലി, പകുതി ദഹിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? പാങ്ക്രിയാറ്റിക് അമിലേസിന്റെ ജോലി. അടുത്തത് പിന്നെ ആരാളുള്ളത്? ട്രിപ്സിൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരാളുണ്ട്. ഈ ട്രിപ്സിൻ എന്താ ചെയ്യുക? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീനുകൾ ഉണ്ടെങ്കിൽ ആ പ്രോട്ടീനിനെ ദഹിപ്പിക്കുക, പാർഷ്യലി, പകുതി ദഹിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? ട്രിപ്സിന്റെ ജോലി. എന്നാൽ ലിപ്പേസസ് എന്ന് പറയുന്ന മറ്റൊരു എൻസൈം ഉണ്ട്. അതിന്റെ ജോലി എന്താണെന്ന് അറിയാം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ലിപ്പിഡുകൾ ഉണ്ടെങ്കിൽ ആ ലിപ്പിഡുകളെ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ചെയ്യുക, മുഴുവനായിട്ടും ദഹിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? ലിപ്പേസിന്റെ ജോലി. മാത്രമല്ല ആ ലിപ്പിഡിനെ ദഹിപ്പിച്ച് മറ്റൊരു രൂപത്തേക്ക് മാറ്റും. എന്താണ് ആ രൂപത്തിന്റെ പേര്? ഫാറ്റി ആസിഡ് എന്നുള്ളതാണ് ആ രൂപത്തിന്റെ പേര്. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക, നല്ല പോലെ പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. അതിനുശേഷം പിന്നെ നേരെ സ്മാൾ ഇൻറ്റസ്റ്റൈനിലേക്ക്, അല്ലെ, ഡിയോഡനത്തിൽ വെച്ച് നടക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഡിയോഡനത്തിൽ നിന്ന് ഈ പറയപ്പെടുന്ന ജ്യൂസുകളൊക്കെ പാടെ കൂടി ചേർന്ന് ഭക്ഷണമൊക്കെ പാടെ നേരെ എടുക്കാൻ വരുന്നത് ചെറുകുടലിലേക്കാണ്, സ്മാൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് വരുന്നത്. എന്താണ് സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് നടക്കുന്നത്? ഒന്നുകൂടിയും പറയാം, ശരിക്കും ശ്രദ്ധിക്കും. ഇതാണല്ലോ ചെറുകുടൽ, കാണില്ല? ഇതാണ് ചെറുകുടൽ എന്ന് പറയുന്ന സാധനം. ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരെന്തായിരുന്നു? ഡിയോഡനം എന്നാണ് വിളിക്കുക. നോക്കിയേക്കാം നമുക്ക്. കരള്, അതായത് ലിവർ, ഈ സാധനം. പാങ്ക്രിയാസ്, പാങ്ക്രിയ എന്ന് പറഞ്ഞ ഈ സാധനം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. അല്ലെ, ഇവർ രണ്ടാളും ഉൽപ്പാദിപ്പിക്കുന്ന ഇത് നേരെ എടുക്കുന്നത് ആദ്യം ചെറുകുടലിലേക്കാണ് എത്തുക. ശരിയല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, ചെറുകുടലിലേക്ക് പാങ്ക്രിയയും അതേപോലെ തന്നെ കരളും ഉൽപ്പാദിപ്പിച്ചിരുന്ന ജ്യൂസുകൾ നേരെ ഡിയോഡനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പക്വാശയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളുടെ ചെറുകുടലിന്റെ സ്റ്റാർട്ടിംഗ് ഭാഗമായിരുന്നു. ആ ഭാഗത്തിലൂടെ എത്തി നേരെ എടുക്കെത്തി ചെറുകുടലിലേക്ക് എത്തി. അപ്പൊ ആ സാധനങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ദഹനത്തിനെ സഹായിക്കും. അതാണ് ആദ്യം പറഞ്ഞത്. അടുത്തത് ഇനി ചെറുകുടൽ. ഇതാണ് ചെറുകുടൽ എന്ന് വിചാരിക്കുക. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില സാധനങ്ങളുണ്ട്.
കുറച്ച് എൻസൈമുകൾ ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ചെറുകുടലിന്റെ ഉള്ളിൽ ഉണ്ടാവും. അതിന്റെ പേരെന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം കേട്ടോ. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസ് എന്നാ വിളിക്കുക. ഇൻഡസ്റ്റൈനൽ എന്ന് പറഞ്ഞാൽ, ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ കുടൽ എന്നുള്ള അർത്ഥമാണല്ലേ, കുടൽ എന്നുള്ള അർത്ഥമാണ് ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ. ഇൻഡസ്റ്റൈനൽ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റൈൻ ഉൽപ്പാദിപ്പിക്കുന്ന ജ്യൂസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചെറുകുടലും വൻകുടലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ചില ജ്യൂസുകളുണ്ട്. അതിൽപ്പെട്ട ആൾക്കാർ നോക്കട്ടോ, വിവിധ കാർബോഹൈഡ്രേറ്റുകൾ സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കി മാറ്റുന്നു. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ, കാർബോഹൈഡ്രേറ്റ് ആണ് ഇപ്പൊ ഈ നീലയിൽ വരച്ചതെന്ന് എഴുതിക്കോ. അതായത് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന സാധനമാണ് കാർബോഹൈഡ്രേറ്റ്. ഈ സങ്കീർണമായ കാർബോ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കഷ്ണങ്ങളായിട്ടുള്ള ഈ കാർബോഹൈഡ്രേറ്റുകളെ അതിനെ ദഹിപ്പിക്കണം. ആർക്ക്? രക്തത്തിക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റണം. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആരുൽപാദിപ്പിച്ച, ചെറുകുടൽ ഉൽപ്പാദിപ്പിച്ച എൻസൈമുകൾ ആയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. ഇതിനെന്ത് ചെയ്യുന്നറിയോ? ഈ വലിയ കാർബോഹൈഡ്രേറ്റുകളെ രക്തത്തിന് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപമായ മറ്റു പല രൂപത്തിലേക്ക് അതിനെ മാറ്റും. ആ രൂപം ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഏതാണ്? ഗ്ലൂക്കോസ്. ഏതാണ് ഒന്നാമത്തത്? ഗ്ലൂക്കോസ്. അടുത്തത് ഏതാണ്? ഫ്രക്ടോസ് എന്ന് വിളിക്കും. അടുത്തെന്താണ്? ഫ്രക്ടോസ് എന്ന് വിളിക്കും. അടുത്തത് എന്താണ്? മൂന്നാമത്തെ രൂപം എന്താണ്? ഗാലക്ടോസ് എന്നാണ് മൂന്നാമത്തെ രൂപത്തിന്റെ പേര്. അങ്ങനെ ഗാലക്ടോസ് എന്ന് പറയുന്ന മറ്റൊരു രൂപത്തിലേക്ക് അതിനെ മാറ്റും. കാർബോഹൈഡ്രേറ്റുകളെ ചെറുകുടലിൽ വെച്ചിട്ട് എന്ത് രൂപത്തേക്ക് മാറ്റും എന്നുള്ളത് പഠിക്കാം. 3 രൂപത്തേക്ക്. ഒന്ന് ഗാലക്ടോസ് എന്ന് പറയുന്ന രൂപമുണ്ട്, മറ്റേത് ഫ്രക്ടോസ് എന്ന് പറയുന്ന രൂപമുണ്ട്, അടുത്തത് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന മൂന്നാമത്തെ രൂപമുണ്ട്. ഇങ്ങനെ 3 രൂപത്തിലേക്ക് എന്താകും? ചെറുകുടലിൽ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റുകളെ മാറ്റി മറിക്കപ്പെടും എന്നുള്ളതാണ് പ്രത്യേകം പഠിക്കാനുള്ളത്. മറ്റൊരു കാര്യം കൂടി അതിൽ പഠിക്കാണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആരെ പറ്റിയിട്ടാണ്? കാർബോഹൈഡ്രേറ്റുകളെ പറ്റിയിട്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി വേറൊരു പരിപാടി കൂടി അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. എന്താന്ന് നോക്കട്ടോ, ശരിക്കും ശ്രദ്ധിക്കുക. പ്രോട്ടിയേസുകൾ എന്ന് പറയുന്ന പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കുന്നത്. എന്താ വെച്ചാൽ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീനുകൾ ഉണ്ടാവും അല്ലെ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആരുണ്ട്? പ്രോട്ടീനുകളുണ്ട്. ഈ പ്രോട്ടീനുകളെ ഏത് രൂപത്തേക്ക് മാറ്റും എന്നാ പറയുന്നത്? പ്രോട്ടിയേസുകൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. പ്രോട്ടിയേസസ് എന്ന് പറയുന്ന ആളുകൾ അവിടെ ഉള്ളത് ചെറുകുടലിലാണുള്ളത്. പ്രോട്ടിയേസസ് എന്ന് പറയുന്ന സാധനം എവിടെയുള്ളത്? ചെറുകുടലിലാണുള്ളത്. ചെറുകുടലിൽ ഉള്ള സ്മാൾ ഇൻറ്റസ്റ്റൈനിലുള്ള പ്രോട്ടിയേസസ് എന്ന് പറയുന്ന സാധനങ്ങൾ പ്രോട്ടീനിന്റെ അടുത്തേക്ക് നേരെ ചെന്നിട്ട് ആ പ്രോട്ടീനിനെ ദഹിപ്പിക്കും. എന്നിട്ട് മറ്റൊരു രൂപത്തേക്ക് ആക്കും. ഏതാണ് ആ മറ്റൊരു രൂപം എന്ന് പറയുന്നത്? അമിനോ ആസിഡ്. അമിനോ ആസിഡ് എന്ന് പറയുന്ന രൂപത്തേക്ക് അതിനെ മാറ്റും. ഇത്രയും കാര്യങ്ങളാണ് ചെറുകുടലിൽ വെച്ച് നടക്കുന്നത്. നല്ലോണം ശ്രദ്ധിക്കുക. ഒന്നുകൂടി പറയണം, എന്താണ് ചെറുകുടലിൽ വെച്ച് നടക്കുന്നത് എന്നുള്ളത് പറയാണ്. ശരിക്കും ശ്രദ്ധിക്കുക. ചെറുകുടലിലേക്ക് നമ്മളുടെ ഭക്ഷണം എത്തുന്നു. ആ ഭക്ഷണം അവിടെ ഉണ്ടാകുന്ന ദഹനരസങ്ങളുമായി കൂടിക്കലരുന്നു. ചെറുകുടൽ ഉണ്ടാക്കുന്ന ദഹനരസത്തിന്റെ പേര് ഇൻഡസ്റ്റൈനൽ ജ്യൂസ് എന്നാണ് വിളിക്കുക. ആ ഇൻഡസ്റ്റൈനൽ ജ്യൂസ് എന്ന് പറയുന്നത് ചെറുകുടൽ ഉണ്ടാക്കുന്ന ചില രസങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ചില കെമിക്കലുകൾ. അത്ര ആലോചിച്ചാൽ മതി. അവരെന്താണ് ചെയ്യണത്? ഒന്നാമത്തത്, നമ്മളുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഭാഗം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്നതാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഈ കാർബോഹൈഡ്രേറ്റിനെ അവ ദഹിപ്പിച്ച് രക്തത്തിന് വലിച്ചെടുക്കാൻ പറ്റുന്ന 3 രൂപത്തിലേക്ക് അതിനെ മാറ്റുന്നു. ഏതൊക്കെയാണ് ആ 3 രൂപങ്ങൾ എന്നുള്ളതാണ്. ഒന്ന് ഗ്ലൂക്കോസ് അല്ലെ, കാർബോഹൈഡ്രേറ്റ് എന്തായി മാറി? ഗ്ലൂക്കോസ് ആയി മാറി. അതുപോലെ തന്നെ രണ്ടാമത്തെ രൂപം എന്താണ്? ഫ്രക്ടോസ്. അതേപോലെ തന്നെ ഗാലക്ടോസ്. ഈ 3 രൂപത്തിലേക്ക് നമ്മുടെ കാർബോഹൈഡ്രേറ്റുകൾ മാറി. ഇനിയോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ദഹിക്കാത്ത പ്രോട്ടീനുകൾ ഉണ്ടാകാം. ആ പ്രോട്ടീനുകളെ പ്രോട്ടിയേസസ് എന്ന് പറയുന്ന മറ്റൊരു സാധനം വന്നിട്ട് രക്തത്തിൽ വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപമാകുന്ന അമിനോ ആസിഡിലേക്ക് അതിനെന്താകുന്നു? കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ തന്നെ ചിത്രത്തേക്ക് നേരെ നോക്ക്. ഇനി എന്താ സംഭവിക്കുന്നത് എന്നറിയോ? ഇപ്പൊ ഏകദേശം ദഹനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇത് ആര് വലിച്ചെടുക്കണം? രക്തം വലിച്ചെടുക്കണം അല്ലെ, ബ്ലഡ് വലിച്ചെടുക്കണം. ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ആര് വലിച്ചെടുക്കണം? രക്തം വലിച്ചെടുക്കണം. അവിടെ പറയുന്നുണ്ട്, ലഘുപോഷക ഘടകങ്ങൾ, ജലം, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും ചെറുകുടലിൽ വെച്ചാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ ഇവിടെ രക്തക്കോയിൽ ഉണ്ടാവും. ആ രക്തക്കോലിലേക്ക് നേരെ വലിച്ചെടുക്കലാണ് പിന്നീട് നടക്കുന്നത്. എന്തിനൊക്കെ വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ്, അതുപോലെ തന്നെ വാട്ടർ, അതേപോലെ തന്നെ വിറ്റാമിൻസ്, അതേപോലെ തന്നെ മിനറൽസ്. ഈ സംഭവങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ് വലിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ശരിക്കും എന്താവുക? ശ്രദ്ധിക്കുക. അതിനുശേഷം പിന്നീട് നമ്മളുടെ ഭക്ഷണം നേരെ പോകുന്നത് എവിടേക്കാണ്?
ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ വൻകുടലിലേക്കാണ് നമ്മുടെ ഭക്ഷണം പോകുന്നത്. എന്താണ് വൻകുടലിൽ വെച്ച് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. അൺഡൈജസ്റ്റഡ് ഫുഡ് സബ്സ്റ്റൻസസ് റീച്ച് ഹിയർ എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോ ചെറുകുടലിൽ വെച്ചിട്ട് ഏകദേശം ഭക്ഷണങ്ങളൊക്കെ ദഹിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും ദഹിക്കാത്ത കുറച്ച് ഭക്ഷണം ഉണ്ടാവും. ആ ഭക്ഷണമാണ് പിന്നീട് നേരെ എവിടേക്ക് പോകുന്നത്? ലാർജ് ഇൻഡസ്റ്റൈൻ വൻകുടലിലേക്ക് പോകുന്നത്. ദ അബ്സോർപ്ഷൻ ഓഫ് റിമൈനിങ് വാട്ടർ ആൻഡ് സാൾട്ട് ഒക്കർ ഹിയർ. ഇനി കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ലവണങ്ങൾ സാൾട്ടുകളും അതിലുണ്ടാവും. ആ സംഭവത്തിനെ പോലും നമ്മുടെ ബ്ലഡ് എന്താകും? അവസാനം വലിച്ചെടുക്കും. കുറച്ച് വാട്ടറിനെയും അതുപോലെ തന്നെ സാൾട്ടിനെയും അത് എവിടേക്ക് എത്തിയിട്ടുണ്ടാവും? നമ്മുടെ സ്മാൾ ഇൻഡസ്റ്റൈനിൽ നിന്ന് ലാർജ് ഇൻഡസ്റ്റൈനിലേക്ക് എത്തിയിട്ടുണ്ടാവും. അവിടുന്ന് വലിച്ചെടുത്തിട്ടുണ്ടാവില്ല. അവിടുന്ന് വലിച്ചെടുക്കാൻ കഴിയാത്തതാ. അതിനെ വൻകുടലിൽ വെച്ചിട്ട് ലാർജ് ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് നമ്മുടെ ബ്ലഡ് എന്താകും? അതിനെയും അബ്സോർബ് ചെയ്യും, ആഗിരണം ചെയ്യും. മാത്രമല്ല ഇതിനൊരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ കുറച്ച് ബാക്ടീരിയകൾ ഉണ്ട്. നമ്മുടെ വൻകുടലിന്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്, നല്ല ബാക്ടീരിയകളാണ്. ചില ബാക്ടീരിയകളുണ്ട്. ആ ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നറിയോ? പ്രൊഡ്യൂസ് വൈറ്റമിൻ കെ. വിറ്റാമിൻ കെ എന്ന് പറയുന്ന ഒരു സാധനത്തിന് അവർ ഉൽപ്പാദിപ്പിച്ച് തരും. അതുപോലെ തന്നെ ബി കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെയും അവർ ഉൽപ്പാദിപ്പിച്ച് തരുന്നുണ്ട്. അത് എവിടെ വെച്ചിട്ടാണ്? വൻകുടലിൽ. ആരാ ഉൽപ്പാദിപ്പിച്ചു തരുന്നത്? ചില ബാക്ടീരിയകളാണ്. എന്താണ് ഉൽപ്പാദിപ്പിച്ച് തരുന്നത്? വൈറ്റമിൻ കെ എന്ന് പറയുന്ന സാധനവും അതുപോലെ തന്നെ ബി കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സാധനവും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണത് ഉൽപ്പാദിപ്പിച്ച് തരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം കാരീസ് ഡൈജസ്റ്റീവ് വേസ്റ്റ് ടു റെക്ടം ആൻഡ് എക്സ്പെൽ ത്രൂ ദ ആനസ്. ഏറ്റവും അവസാനം ബാക്കി വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ റെക്ടം എന്ന് പറയുന്ന ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം പിന്നീട് എന്താകുന്നു? ആനസ് വഴി അതിനെ പുറന്തള്ളപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഡൈജഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വിട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് ചെറിയൊരു ഭാഗം ഇതിൽ എടുക്കാനുള്ളത്, അത് ഞാൻ ക്ലാസ്സിന് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഭാഗം ഇത് നമുക്ക് എടുക്കാനുള്ളത് ഈ പറയുന്ന സംഭവങ്ങളാണ്. എന്താണത്? നമ്മളുടെ ഭക്ഷണം മറക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഭാഗം, തെരപ്പി പോണതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇവിടെ വന്നിട്ട് എടുക്കാം. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും പഠിക്കാം കേട്ടോ.